കാണണമെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ? അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. അതായത് സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങൾ പ്രേരണ ഇയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? ആക്ടർ ബാല, അമൃത സുരേഷ്, അവരുടെ മകളായിട്ടുള്ള അവന്തിക, ഇവർക്കിടയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലെ? അമൃതക്ക് വെറും 19 വയസ്സുള്ളപ്പോഴാണ് ബാലയെ വിവാഹം കഴിക്കുന്നത്. ബാലയോടൊപ്പമുള്ള ജീവിതം നരകതുല്യമായിരുന്നു. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാലെങ്കിലും ഇയാൾ നന്നാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. അങ്ങനെ ഇവര് തമ്മിൽ ലീഗലി ഡിവേഴ്സ് ആയി. പക്ഷെ ഡിവേഴ്സ് ആയതിനു ശേഷവും ബാല എന്താക്കി, ഓരോ ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോ ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുക്കും. ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഇങ്ങനെ പാപ്പുവിനെയും അമൃതയെയും അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും. അമൃത ഒരു മോശം പെണ്ണാണെന്നുള്ള ഇമേജ് ഇയാൾ പബ്ലിക്കിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോ ഇവരുടെ രണ്ടുപേരുടെയും മകളായിട്ടുള്ള അവന്തിക്ക് ഇത് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈയിടെ വൈറലായ പാപ്പുവിന്റെ ലൈവ് വീഡിയോ പുറത്തു വരുന്നത്. അച്ഛനായ ബാലയെ പൂർണ്ണമായി തള്ളി പറഞ്ഞുകൊണ്ടാണ് പാപ്പു ആ ലൈവ് വീഡിയോയിൽ സംസാരിക്കുന്നത്. അച്ഛനോട് തനിക്ക് യാതൊരു വിധത്തിലുള്ള സ്നേഹവും ഇല്ല എന്നും അച്ഛൻ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പാപ്പു പറഞ്ഞു. പാപ്പുവിന്റെ ഈ ലൈവ് വീഡിയോ വൈറലായി. പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഈ വീഡിയോ കണ്ട ഭൂരിഭാഗം പേരും പാപ്പുവിനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിനിടയിൽ ബാലയുടെ ഒരു സെന്റി വീഡിയോ കൂടി ഇറങ്ങിയതോടെ പാപ്പുവിനെതിരെയുള്ള സൈബർ അറ്റാക്ക് പിന്നെയും വർദ്ധിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പെൺകുട്ടി എന്തെങ്കിലും കാര്യമില്ലാതെ സ്വന്തം അച്ഛനെതിരെ സംസാരിച്ച് രംഗത്ത് വരുമോ? പക്ഷെ ആളുകൾ ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ പാപ്പുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, അമൃത പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് പാപ്പു ലൈവിൽ വന്നിരുന്ന് പറയുന്നത്. ഇത് അമ്മയും മോളും തമ്മിൽ ഒരുമിച്ചുള്ള ഒത്തുകളിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് തുടക്കത്തിൽ ഞാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആ തെറ്റ് മനസ്സിലാക്കി അതിനെക്കുറിച്ച് സംസാരിച്ച വീഡിയോ റിമൂവ് ചെയ്ത് കേട്ടു. എന്തായാലും പാപ്പുവിനെതിരെ വന്ന ഇത്തരത്തിലുള്ള കമന്റുകളെല്ലാം, യഥാർത്ഥത്തിലുള്ള കമന്റുകളെല്ലാം ബാലയുടെ PR ടീമിന് വകയുള്ളതായിരുന്നു എന്നുള്ള അധിക്ഷേപങ്ങളും പിന്നീട് ഉയർന്നു വന്ന് കേട്ടു. എന്തായാലും സ്വന്തം മകളെ എല്ലാവരും കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നത് കണ്ട അമൃതക്ക് തൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവരും പ്രതികരണവുമായി രംഗത്ത് വന്നു. ബാല ഇത്രയും കാലം തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അമൃത ഒന്നും മിണ്ടിയിരുന്നില്ല. എന്നാൽ അന്ന് അമൃത തന്റെ ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. അമൃത പറഞ്ഞ പല കാര്യങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു. എല്ലാവരും കേട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും അമൃത പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെ അമൃതയുടെയും ബാലയുടെയും പഴയ ഡ്രൈവർ ആയിട്ടുള്ള ഒരു വ്യക്തി രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ പതുക്കെ തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ്. ബാല എത്ര വെടുപ്പല്ല എന്നുള്ളത് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇപ്പൊ അത് അമൃതയുടെ PAയും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള കുക്കു അനാല എന്ന് പറയുന്ന പെൺകുട്ടി ബാലയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ബാലയുടെ എക്സ്ട്രീം ടോക്സിക് ക്യാരക്ടറിനെ കുറിച്ച് കുക്കു പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല. കാരണം അയാളെ പേടിയാണ്. കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചിരിക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല. കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവൊന്നുമല്ല അയാൾ. അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ. അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പൊ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന ബാലയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയായി. കാരണം ഞാൻ അവരോട് ഉള്ളയാ ഞാൻ കേട്ടത്. പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ. ഇയാളെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വടിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. എന്താ കഥ? ബാല വടിവാളും ചെന്ന് അമൃതന്റെ വീട്ടിലേക്ക് ചെന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ? വടിവാളും കൊണ്ട് ചെല്ലുന്നത് പുല്ല് വെട്ടാനല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഇത്രയും വലിയൊരു സംഭവം അവിടെ നടന്നിട്ടും അത് പോലീസിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് ശരിക്കും വലിയൊരു വീഴ്ചയായി പോയി എന്നുള്ളതാണ്. അമൃതന്റെ വീട്ടിൽ CCTV ഉണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഫൂട്ടേജ് മാത്രം മതിയാകും ബാലയെ കൊടുക്കാൻ. മാരകായുധവുമായി വീട്ടിൽ അതിക്രമിച്ച് കടക്കുക എന്ന് പറഞ്ഞ ചില്ലറ കേസാണോ? ഇയാളെന്താ ജീവിതം സിനിമയാണെന്ന് വിചാരിച്ച് വെച്ചേക്കുവാണോ? അല്ലെ അറിയാത്തോണ്ട് ചോദിക്കാണ്. എന്തായാലും ബാക്കിയും കൂടി കേട്ടോക്കാം. കേരളത്തിലെ എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ സ്നേഹിച്ചിട്ടുള്ള ഒരു നല്ല ഭർത്താവോ അല്ല. അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാം. അമൃത ചേച്ചി മാത്രമല്ല, എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക്കാരി ലീഗലി പുള്ളിയുടെ ഭാര്യയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗലിയുള്ള ഭാര്യയല്ല. പുള്ളിക്കാരൻ എവിടുന്ന ഒരു കാര്യം എന്തോ കെട്ടിയതിനു ശേഷം 6 മാസം കഴിഞ്ഞിട്ട് പുള്ളി മറ്റേ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് വേറെ സത്യം. ഓഹോ, അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഡിസ്റ്റ് ഉണ്ടോ? ബാലയുടെ ഭാര്യ ആയിരുന്ന എലിസബത്തിനെ എല്ലാവരും അറിയുന്നുണ്ടാകും. അവർ ബാലയുടെ അടുത്ത് നിന്നും ജീവനും കൊണ്ട് ഓടിയിട്ട് കുറച്ചു കാലമായി. എന്തായാലും ബാല തമ്മിൽ ലീഗലി മാരീഡ് അല്ലായിരുന്നു എന്നതാണ് ഇവിടെ കുക്ക് പറയുന്നത് അല്ലെ? മിക്കവാറും അത് ബാലന്റെ ഐഡിയ ആയിരിക്കും. അയാൾക്ക് അറിയാലോ ഒരു പെണ്ണും തന്റെ കൂടെ അധിക കാലം നിൽക്കില്ല എന്ന്. സോ കല്യാണമൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ലീഗലി ഡിവേഴ്സ് ചെയ്യേണ്ടി വരും. എലിസബത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. സോ നൈസായിട്ട് എലിസബത്തിനെ പറ്റിച്ചു കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ബാക്കി ഉണ്ടോക്കാം. കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക, വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്യുക. അതിനുശേഷം പുള്ളി ചെയ്തത്
പുള്ളിയുടെ മദ്യപാനവും പുള്ളിക്കാരന്റെ കുറെ കൂട്ടുകാരുണ്ട്, എല്ലാവരും കള്ളു കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളമ്പി കൊടുത്തു. ഇവർ എച്ചിൽ പാത്രം കഴുകലായിരുന്നു എന്റെ ചേച്ചിയുടെ മെയിൻ തൊഴിൽ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്, നിങ്ങൾക്കറിയാവോ? അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള്. ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ആണ്. എന്തൊക്കെയായി നടക്കുന്നത്? സിനിമാ കഥകൾ വരെ വെല്ലുന്ന കാര്യങ്ങളാണല്ലോ. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ, ഇതിനൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ ബാലന്റെ അടപ്പ് ഒരു മക്കളെ അജാതി ക്രൈമുകളാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചേക്കുന്നത്. പോലീസ് പിടിച്ചേ പിന്നെ ഈ സെന്റിയടിയും അഭിനയം ഒന്നും അവരുടെ അടുത്ത് നടക്കൂല. എന്തായാലും ഈ പറഞ്ഞതിനെല്ലാം തെളിവുകൾ ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കും കാര്യങ്ങളെല്ലാം എന്നുള്ളതാണ്. കുക്ക് പറയുന്നത് അവരുടെ പക്കൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ പേടിക്കാനില്ല. പിന്നെ തെളിവുകൾ ഉണ്ടായിട്ടും ഇത്രയും കാലം ബാലയ്ക്കെതിരെ കേസ് കൊടുക്കാതിരുന്നത് മണ്ടത്തരമായി പോയെന്ന് ഞാൻ പറയൂ. ചിലപ്പം പേടിച്ചിട്ടായിരിക്കും. വടിവാളം കൊണ്ട് വീട്ടിലേക്ക് വരുന്ന എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണല്ലോ, ആരാലും പേടിച്ചു പോകും. പിന്നെ ആവശ്യത്തിലധികം പണവും പിടിപാടും കൂടി ആകുമ്പോൾ കേസ് കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കരുതി കാണും. ബാക്കി ഉണ്ടോക്കാം. ഇതിന് മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്ന ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്ന തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട്, ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ വെച്ചിട്ട് അതാണ് ഇതാണെന്നൊക്കെ ചന്ദനെ പറ്റി പറഞ്ഞ് എനിക്ക് കാര്യമില്ല, ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും. അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്. അതിനുശേഷം സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ട് ഒരു പക്ക സിനിമാറ്റിക്. എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് പറയുന്നത് എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷെ ഇതാണ് സത്യം. വല്ലാത്ത ജാതിഷ്ട ബ്ലാക്ക് മാജിക്കും ഹൊറർ അറ്റ്മോസ്ഫിയറും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ സത്യമാണെങ്കിൽ വള്ളി പുള്ളി തെറ്റാതെ ഇയാളെ നമ്മൾ സൈക്കോ എന്ന് വിളിക്കേണ്ടി വരും. ബാക്കി ഉണ്ടോക്കാം. പറയുന്ന ബാല എന്ന് പറയുന്നയാള് ഇയാൾ പക്ക പേർവേർട്ടാണ്. അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാൾക്ക് എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത്, പിന്നെ കോകില, പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും. അതിനകത്ത് പുള്ളിക്ക് വള്ളിയാവും തോന്നുവാണെങ്കിൽ പുള്ളി നൈസിന് കട്ട് ചെയ്യും. അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറയുന്ന എലിസബത്തിനായിരുന്നു. ആ പുള്ളിക്കേരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴിത്തൊക്കെ വീട്ടിൽ കയറി വന്നു. അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് ചാപ്പൻ വെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. അത് മാത്രമല്ല, ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ, അതായത് സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാരി ഏകദേശം ഒരു 1, 2, 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആശാൻ അക്ഷരം തെറ്റാത്ത സൈക്കോ എന്ന് തന്നെ വിളിക്കാം അല്ലെ? സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് എലിസബത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞത് മിക്കവാറും ഓറൽ സെക്സ് ആവാനാണ് സാധ്യത. കുക്ക് പറഞ്ഞ ശൈലി വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ വൈകൃതം കാണിക്കുന്ന ഒരാളെ സൈക്കോ നല്ലത് പിന്നെ എന്താ വിളിക്കുക അല്ലെ? പിന്നെന്താ പറഞ്ഞത്? കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ ലിസ്റ്റ് ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ കുറിച്ച് ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു പെണ്ണുങ്ങളും ഇയാളുടെ വലയിൽ വീഴാൻ സാധ്യതയില്ല അല്ലെ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഇയാളുടെ കൂടെ പോവുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, അനുഭവിക്കുക അത്ര തന്നെ. ഇനി ഇതിനേക്കാളും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കുക്ക് പറയുന്നുണ്ട്. ബാലയുടെ ക്രിമിനൽ മൈൻഡ് തുറന്നു കാട്ടുന്ന ഒരു സ്വഭാവമാണത്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. സ്വന്തം സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യുന്നു ഏതെങ്കിലും ഭർത്താക്കന്മാര് പറയൂ എന്നാ പറയുന്ന ഭർത്താവാണ് അയാൾ. എത്ര പേർക്കറിയാം? ഇതൊക്കെ എലിസബത്തും അമൃതേച്ചിയും തമ്മിലുള്ള സംസാരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ അത് പഠിക്കാൻ പറ്റുള്ളൂ. അത് എന്താ ഞാൻ പറയാം, സ്വന്തം ഭാര്യയുടെ കിടപ്പറ രംഗങ്ങൾ എടുത്തു വെച്ചിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. കഷ്ടം തന്നെയല്ലേ? അത്രക്കും അതപ്പതിച്ച മനുഷ്യന്മാരെ കൊണ്ടൊക്കെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഇയാൾ ഇത്രയും കാലം മലയാളികളെ നല്ല വെടുപ്പായി പറ്റിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഓരോ ഇന്റർവ്യൂവിലും വന്നിരുന്ന എജ്ജാതി പെർഫോമൻസ് ആയിരുന്നു അല്ലെ? സിനിമയിൽ പോലും ഇങ്ങനെ അഭിനയിച്ച് കാണില്ല പുള്ളിക്കാരൻ. ബാക്കി ഉണ്ടോക്കാം. ചെകുത്താന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു, എന്നിട്ട് തോക്കില്ല പോലും. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കയ്യിൽ തെളിവുണ്ട്. അയാള്, അതായത് തോക്കുള്ളതിന്റെ തെളിവല്ല ഞാൻ പറഞ്ഞത്, അയാൾ പലരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഓരുണ്ട് അമൃത ചേച്ചിക്കുള്ളത്. എന്റെ ചേച്ചിക്ക് വധഭീഷണിയുണ്ട്. ഇയാൾ ഇതിനു മുമ്പ് അവർ വെട്ടാനും ചെന്നിട്ടുണ്ട്. നാളെ അവർ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല. അത് ശരി, തോക്ക് വടിവാള്, ഇയാൾ ആരിത്? ഇത് സിനിമയല്ല മോനെ, ജീവിതമാണ്. ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വെടിവെച്ച് കൊല്ലാനും വടിവാള് വെച്ച് വെട്ടിക്കൊല്ലാനൊന്നും ഇത് വെള്ളരിക്കപ്പെട്ടണമെന്നല്ല. കേട്ടിടത്തോളം ഇയാൾ അതിനും മടിക്കൂല. എന്നിട്ട് കരഞ്ഞോണ്ട് ലൈവും ചെയ്യും. അയ്യോ ഞാൻ അവളെ അറിയാണ്ട് കൊന്നുപോയി. നിങ്ങൾ തന്നെ പറയൂ, ഞാൻ ചെയ്തത് തെറ്റാണോ? അവൾ എന്നോട് റാങ് ചെയ്തു, ദിസ് ഈസ് റോങ്, അതുകൊണ്ട് ഞാൻ അവളെ കൊന്നു, വഞ്ചകിയാണ് അവൾ, ഞാനൊരു പാപമല്ലേ, എനിക്കിനി ജീവിക്കണ്ട, ഞാനിനി മരിക്കാൻ പോവാണ്, ഈ എന്നും പറഞ്ഞുകൊണ്ട് ലൈവ് ഇടും. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈവും വരും, തോക്കിനുണ്ട് തീർന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്തു
ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ചെങ്ങായി ഇഷ്ടം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കുക്ക് പറയുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വെറുതെ വിടാത്ത അത്രയും ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ് ബാല എന്നും. സെക്സ് വർക്കേഴ്സിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാര്യം കഴിഞ്ഞാണെങ്കിൽ പൈസ കൊടുക്കാതെ ആട്ടി പറഞ്ഞയക്കുമെന്നൊക്കെ കുക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. പറഞ്ഞതിലെല്ലാം തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും കുക്ക് പറയുന്നുണ്ട്. എന്തായാലും അമൃതയെ ഉപദ്രവിച്ചതിന് തെളിവുകൾ ഒരുപക്ഷെ അവരുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഡിവോഴ്സ് കൊടുത്തത് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ പെറ്റീഷനിൽ ഉണ്ടാവുക. സോ അതിൽ ബാലയുടെ ഉപദ്രവങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത. പിന്നെ അമ്മയെ അച്ഛനെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നത് പാപ്പ തീർച്ചയായും കണ്ടിട്ടുണ്ടാവില്ലോ. അതുകൊണ്ടാവുമല്ലോ പാപ്പ റീസെന്റ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ കുട്ടികളുടെ മൊഴി കോടതി അത്യാവശ്യം സീരിയസ് ആയി തന്നെ എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. സോ ഇതെല്ലാം വെച്ച് ബാലയ്ക്കെതിരെ ശക്തമായ രീതിയിൽ നിയമ പോരാട്ടം നടത്തണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കുക്ക് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ബാല തീർച്ചയായും കഠിനമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കണം. അത് തീർച്ചയായും ബാല അർഹിക്കുന്നുണ്ട്. എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.